കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സെല്ല്, സെല്ലിൻ്റെ ഇ എം എഫ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇ എം എഫിനേക്കാൾ കുറവ് വോൾട്ടേജേ നമുക്കത് സർക്യൂട്ടിൽ വെച്ച് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ ഇ എം എഫിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാർട്ടിനെ നമ്മൾ ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. അതിന് കാരണം സെല്ലിനുള്ളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ്. അതിന് അക്രോസ് ആയിട്ട് കുറച്ച് വോൾട്ടേജ് നമുക്ക് ലോസ്റ്റ് ആവുന്നതുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് ടേംസ് നമ്മൾ പരിചയപ്പെട്ടു. ഇ എം എഫ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ലോസ്റ്റ് വോൾട്ട്, അങ്ങനെ കുറച്ച് ടേംസ്. പിന്നെ ഞാൻ പഠിപ്പിച്ചിരുന്നത് ഒരു രണ്ട് സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഇ എം എഫ് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാമെന്നാണ്. രണ്ട് സെൽ കോമ്പിനേഷൻ ഓഫ് സെൽ ഈസ് കാൾഡ് എ ബാറ്ററി. സെല്ലുകളുടെ കോമ്പിനേഷനാണ് ബാറ്ററി എന്ന് വിളിക്കുന്നത്. അപ്പോൾ E1 ഇ എം എഫ് ഉള്ള ഒരു സെല്ലും E2 ഇ എം എഫ് ഉള്ള ഒരു സെല്ലും സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇക്വലന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇ എം എഫ് E1 പ്ലസ് E2 ആണെന്ന് നമ്മൾ തെളിയിച്ചു അല്ലേ? അത് ആ പ്രൂഫൊക്കെ ഒന്നുകൂടെ നോക്കിക്കോണം. അതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനൽ മറ്റേ സെല്ലിന്റെ പോസിറ്റീവിൽ തന്നെ കൊടുത്തിരുന്നാലേ നമുക്ക് E1 പ്ലസ് E2 കിട്ടും. അല്ല എങ്കിൽ E1 മൈനസ് E2 ആയിരിക്കും കിട്ടുന്നത് എന്നും പറഞ്ഞു. So two cells having EMF E1 and E2 are connected in parallel. നമുക്കിനി പഠിക്കേണ്ടത് പാരലൽ കോമ്പിനേഷൻ ഓഫ് സെൽ ആണ്. ഒന്നുകൂടി അതിന് മുമ്പായിട്ട് നമ്മൾ സീരീസ് കോമ്പിനേഷനിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു സീരീസ് കോമ്പിനേഷൻ. അതിൽ ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽ എ ബി എന്ന് നമ്മൾ പറഞ്ഞു, സെക്കൻഡ് സെല്ലിന്റെ ടെർമിനൽസ് ബി സി എന്ന് പറഞ്ഞു. E1 ഇന്റേണൽ റെസിസ്റ്റൻസ് R1, EMF E2 ഇന്റേണൽ റെസിസ്റ്റൻസ് R2. നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് സെയിം ആയിരിക്കും. അതായത് രണ്ട് സെല്ലിലൂടെയും ഫ്ലോ ചെയ്യുന്നത് ഒറ്റ കറണ്ടാണ് I അല്ലേ? പക്ഷേ ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജ് VAB വിച്ച് ഈസ് ഈക്വൽ ടു E1 മൈനസ് IR1. നമുക്കറിയാം ടെർമിനൽ വോൾട്ടേജിന്റെ ഒരു സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജ് ഈ ഫോമിലായിരിക്കും, EMF മൈനസ് കറണ്ട് ഇൻറ്റു ഇന്റേണൽ റെസിസ്റ്റൻസ്. IR ആണ് ലോസ്റ്റ് വോൾട്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജ് VBC ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു E2 മൈനസ് IR2. അതായത് ഇതിന്റെ ടെർമിനൽ വോൾട്ടേജ് ഇതിന്റെ ടെർമിനൽ വോൾട്ടേജ് എന്നിട്ട് ടോട്ടൽ ടെർമിനൽ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ കൂട്ടി. അതാണ് സെറ്റപ്പ്. അപ്പോൾ ഒന്നുകൂടി, സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഫസ്റ്റ് സെല്ലിന് ഒരു ടെർമിനൽ വോൾട്ടേജ് ഉണ്ട്, സെക്കൻഡ് സെല്ലിന് ഒരു ടെർമിനൽ വോൾട്ടേജ് ഉണ്ട്. രണ്ടിലൂടെയും പോകുന്ന കറണ്ട് I സെയിം ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജും രണ്ടാമത്തെ സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജും എഴുതി ആഡ് ചെയ്യാണ് ചെയ്തത്. എന്നാൽ പാരലൽ കോമ്പിനേഷൻ നമ്മൾ ശ്രദ്ധിക്കുക. പാരലൽ കോമ്പിനേഷനിൽ ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽസ്, ഇതാണ് ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽസ് ആണ് എയും ബി. അത് തന്നെയാണ് സെക്കൻഡ് സെല്ലിന്റെയും ടെർമിനൽസ്. നമുക്ക് E1 കൂടെ പോകുന്ന കറണ്ട് I1 എന്ന് എടുക്കാം, E2 കൂടി പോകുന്ന കറണ്ട് I2 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽസ് ആണ് എയും ബിയും, അതേ എയും ബിയും തന്നെയാണ് രണ്ടാമത്തെ സെല്ലിന്റെയും ടെർമിനൽസ്. അതായത് അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, രണ്ട് സെല്ലിന്റെയും ടെർമിനൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, കാരണം രണ്ടുപേരുടെയും ടെർമിനൽ ഒരേ സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ടെർമിനൽ വോൾട്ടേജസ് രണ്ടിനും സെയിം ആയിരിക്കും, പക്ഷേ രണ്ടിലും ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡിഫറൻ്റ് ആണ്. ഇതുവഴി ഒരു കറണ്ട് I1, അല്ല അതുവഴി ഒരു കറണ്ട് I2. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് I ആയിട്ട് ഇതിലെ അങ്ങ് ഫ്ലോ ചെയ്യും. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ ഒരു സെല്ലിന് ഒരു ടെർമിനൽ വോൾട്ടേജ്, മറ്റേ സെല്ലിന് മറ്റേ ടെർമിനൽ വോൾട്ടേജ്, എന്നാൽ രണ്ടിലൂടെയും പോകുന്ന കറണ്ട് സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ രണ്ട് സെല്ലിന്റെയും ടെർമിനൽസ് സെയിം ആണ്, ടെർമിനൽ വോൾട്ടേജ് സെയിം ആണ്, കറണ്ടാണ് ഡിഫറൻറ്റ്. ആ ഒരു പോയിന്റ് നമ്മൾ ഓർമ്മയിൽ വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജ് V എഴുതാം. ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽ V വിച്ച് ഈസ് ഈക്വൽ ടു E1 മൈനസ് I1 R1. കണ്ടോ, കാരണം അതിൽ കൂടെ പോകുന്ന കറണ്ട് I1 ആണ്. മറ്റേ സീരീസ് പഠിപ്പിച്ചപ്പോൾ IR1 എന്ന് നമ്മൾ എഴുതിയുള്ളൂ, കാരണം രണ്ടിന്റെയും കറണ്ട് സെയിം ആയിരുന്നു, വോൾട്ടേജ് ആയിരുന്നു ഡിഫറൻസ്. ഇനി രണ്ടാമത്തെ സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജ് എഴുതാം, അതും V തന്നെ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു E2 മൈനസ് I2 R2. ഓക്കെ, രണ്ടും സെയിം ആണ്, രണ്ട് സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജ് സെയിം ആണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് I1 കണ്ടുപിടിക്കുകയാണ്. I1 ശ്രദ്ധിക്കുക, എങ്ങനെ I1 കണ്ടുപിടിക്കാം? I1 R1 സമം E1 മൈനസ് V എന്ന് എഴുതാമല്ലേ, ഇത് അപ്പുറത്ത് കൊണ്ടുപോവാ, ഇത് ഇപ്പുറത്ത് കൊണ്ടുപോവാ. അപ്പോൾ I1 സമം E1 മൈനസ് V ബൈ R1. അതുപോലെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് I2 കണ്ടുപിടിക്കുക. I2 ഈസ് ഈക്വൽ ടു E2 മൈനസ് V ബൈ R2. അല്ലെങ്കിൽ
നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. E1/R1 മൈനസ് V/R1, E2/R2 മൈനസ് V/R2. അപ്പം നമ്മൾ ചെയ്തത് എന്താണ്? ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതി V ഇസ് ഈക്വൽ ടു E1 മൈനസ് IR1. സെക്കൻഡ് സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജ് എഴുതി V, സെയിം വോൾട്ടേജ് തന്നെ, V ഇസ് ഈക്വൽ ടു E2 മൈനസ് I2R2. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് I1 കണ്ടുപിടിച്ചു, സെക്കൻഡ് ഇക്വേഷൻ I2 കണ്ടുപിടിച്ചു. I1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ മൈനസ് I1R1 ഇപ്പുറത്ത് കൊണ്ടുവരണം, അപ്പോൾ അത് പ്ലസ് ആവും. പിന്നെ V അപ്പുറത്ത് കൊണ്ടുപോകണം, അപ്പോൾ അത് മൈനസ് ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ കറണ്ട് I കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഫോമിലോട്ട് കൊണ്ടുവരണം, അതിനകത്ത് കിടക്കണം I കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ കറണ്ട് I എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2 ആണ്. ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജ് എഴുതി, സെക്കൻഡ് സെല്ലിന്റെ ടെർമിനൽ വോൾട്ടേജ് എഴുതി, I1നും I2നും ഇക്വേഷൻ ഉണ്ടാക്കി രണ്ടും കൂടെ കൂട്ടാൻ പോവുകയാണ്. അപ്പം നമുക്ക് I കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് I കണ്ടുപിടിക്കാൻ I1ഉം I2ഉം കൂടെ കൂട്ടണം. അപ്പോൾ I ഈസ് ഈക്വൽ ടു, I1ന്റെ വില നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, E1/R1 മൈനസ് V/R1 പ്ലസ് I2ന്റെ വില ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, E2/R2 മൈനസ് V/R2. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം, ഇച്ചിരി ലെങ്തിയാണ് ഡെറിവേഷൻ. അപ്പോൾ I ഈസ് ഈക്വൽ ടു, ഞാൻ E1/R1 എഴുതി പ്ലസ് E2/R2 എഴുതി. ഓക്കെ, ഈ രണ്ട് ടേമും അടുത്തടുത്ത് എഴുതി. ഇനി ഇതാണ്ട് ഈ രണ്ട് ടേമുകളുണ്ട്, മൈനസ് V/R1 മൈനസ് V/R2. ഞാൻ മൈനസ് V കോമൺ എടുത്തു, ബാക്കി 1/R1 പ്ലസ് 1/R2. കാരണം മൈനസ് V കൊണ്ട് ഓപ്പൺ ചെയ്താൽ ഇത് തന്നെ കിട്ടും, മൈനസ് V ഇൻറ്റു 1/R1 മൈനസ് V/R1 മൈനസ് V ഇൻറ്റു 1/R2 മൈനസ് V/R2. ഈ മൈനസ് V കൊണ്ട് ഓപ്പൺ ചെയ്താൽ ഈ രണ്ട് ടേമും കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ്, I ഈസ് ഈക്വൽ ടു, നമുക്കിത് LC എടുത്ത് എഴുതാം കേട്ടോ, R1R2 പ്രോഡക്റ്റ് അപ്പോൺ E2R1 പ്ലസ് LCM R1R2 പ്രോഡക്റ്റ് എടുക്കുമ്പോൾ E1R2 പ്ലസ് E2R1 മൈനസ് V ഇൻറ്റു, ഇവിടെ നമുക്ക് LC എടുക്കാം, R1R2 അപ്പോൺ R1 പ്ലസ് R2. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ജോലി V ഈക്വൽ ടു എന്ന ഫോമിലോട്ട് ഇതിനെ കൊണ്ടുവരണം. സോറി, നമ്മൾ ഈ ജോലി V ഈക്വൽ ടു E മൈനസ് R എന്നൊരു ഫോം ഉണ്ടല്ലോ, നമുക്ക് V ഈക്വൽ ടു എന്ന ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഈ V വരുന്ന ടേമിനെ ഞാൻ ഇപ്പുറത്ത് എഴുതിയിട്ട് I അപ്പുറത്ത് കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടും? സിംപ്ലിഫിക്കേഷൻ നമുക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റെപ്പുകളുടെ എണ്ണം കുറയ്ക്കാം. എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല, അതുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പ് എഴുതുന്നത്. V ഇൻറ്റു R1 പ്ലസ് R2 ബൈ R1R2, അതായത് ഈ ടേമിനെ ഞാൻ സമത്തിന് ഇപ്പുറത്തുണ്ട്, ഈസ് ഈക്വൽ ടു E1R2 പ്ലസ് E2R1 ബൈ R1R2 മൈനസ് I എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് V കണ്ടുപിടിക്കണം. ഇത് നോക്കിയാണ് V കണ്ടുപിടിക്കണം. V ഈസ് ഈക്വൽ ടു ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേം കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. ഈ ടേം കൊണ്ടുവന്ന് ഇതിനെയും ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഈ സാധനം താഴെ വരുമ്പോൾ, അതായത് ഈ ഫ്രാക്ഷൻ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ R1R2 കട്ടായി പോകും. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേം കൊണ്ടുവന്ന് ഫസ്റ്റ് ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ R1R2 കട്ടായി പോകും. ബാക്കി കിട്ടുന്നത് V ഈസ് ഈക്വൽ ടു E1R2 പ്ലസ് E2R1 ബൈ ഈ സാധനം വരും R1 പ്ലസ് R2. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു R1R2 ഉണ്ടായിരുന്നു, ഡിവൈഡഡ് ബൈ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനം കയറി വന്നു, R1 പ്ലസ് R2 ബൈ R1R2 എന്ന് വന്നു. അപ്പോൾ ഇതും കട്ടായി പോയിട്ടാണ് ഈ സാധനം മണ്ടേ കയറിയത് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റെപ്പ് അവിടെ കുറച്ച് എഴുതിയിരിക്കുക, ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 മൈനസ് I
ഡിവൈഡഡ് ബൈ ഈ ബ്രാക്കറ്റിൻ്റെ കിടക്കുന്ന സാധനം വരും ഐ ബൈ R1 പ്ലസ് R2 ബൈ R1 R2. അപ്പോൾ തിരിച്ചു വരും ഐ ഇൻറ്റു R1 R2 ബൈ R1 പ്ലസ് R2. ഇത്രയും ഇങ്ങനെ കിട്ടും. അതായത് രണ്ട് സെല്ലിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള ടെർമിനൽ വോൾട്ടേജിൻ്റെ എക്സ്പ്രഷനാണ് ഈ കിടക്കുന്നത്. നമുക്കെല്ലാം അറിയാം ടെർമിനൽ വോൾട്ടേജ് സമം EMF മൈനസ് ലോസ്റ്റ് വോൾട്ട് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ടെർമിനൽ വോൾട്ടേജ് V ഇതാ കിടക്കണം. EMFൻ്റെ സ്ഥാനത്ത് നമുക്ക് കിടക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് നോക്കൂ. അതാണ് ഇവിടുത്തെ EMF, ഈക്വലൻ്റ് EMF. ദാറ്റ് ഈസ് E1 R2 പ്ലസ് E2 R1 ബൈ R1 പ്ലസ് R2. രണ്ട് സെല്ലുകൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ അതിലെ എഫക്റ്റീവായിട്ട് കിട്ടുന്ന EMF ഇതായിരിക്കും E1 R2 പ്ലസ് E2 R1 ബൈ R1 പ്ലസ് R2 ആയിരിക്കും. അതുപോലെ സെല്ലിൻ്റെ രണ്ട് സെല്ലുകളുടെ ഇന്റേണൽ റെസിസ്റ്റൻസ്, രണ്ട് സെല്ലുകൾ പാരലായിട്ട് കണക്ട് ആയാൽ അവയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇതാ ഇതുമായിരിക്കും. ആറിൻ്റെ വാല്യൂ ഇക്വലൻ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും R1 R2 ബൈ R1 പ്ലസ് R2. ഇപ്പോൾ ഒരിക്കലും നമ്മൾ സീരീസിൻ്റെ കേസ് ഇവിടെ ആലോചിക്കണം. സീരീസിലെ കേസിൽ നമുക്ക് ഈ കിടക്കുന്ന ഇക്വേഷന് പകരം ഇങ്ങനെയാണ് വന്നത്. ആ വീഡിയോയൊക്കെ വൃത്തിയായിട്ട് കണ്ടവർക്കേ ഈ പറയുന്നത് കൊണ്ട് ഉപയോഗം ഉണ്ടാവും. സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് വന്നത്. ഈക്വലൻ്റ് EMF E1 പ്ലസ് E2 എന്നും ഇന്റേണൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 എന്നുമാണ് വന്നത്. എന്നാൽ പാരൽ കണക്ഷനിൽ സെല്ലുകൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ അവരുടെ ഈക്വലൻ്റ് EMF ഇതായിരിക്കും E1 R2 പ്ലസ് E2 R1 ബൈ R1 പ്ലസ് R2. അതുപോലെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇതുമായിരിക്കും. ഇതൊരു പുതിയ സംഭവമല്ല, കാരണം ഈ സെല്ലിന് R1 ആണ്. ഫസ്റ്റ് സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1 ആണ്. ഫസ്റ്റ് സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1 ആണ്. സെക്കൻഡ് സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R2 ആണ്. അപ്പോൾ രണ്ട് റെസിസ്റ്റൻസ്, ഫസ്റ്റ് സെല്ലിന് R1 ഉണ്ട്, സെക്കൻഡ് സെല്ലിന് R2 ഉണ്ട്. രണ്ടും പാരലായിട്ട് ഇരുന്നുകൊണ്ട് 1/R സമം 1/R1 പ്ലസ് 1/R2. അപ്പോൾ എന്ത് പറ്റും? 1/R സമം R1 R2 അപ്പോൾ R1 പ്ലസ് R2. അപ്പോൾ R is equal to R1 R2 ബൈ R1 പ്ലസ് R2 എന്നല്ലേ വരുള്ളൂ. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? R1 R2 ബൈ R1 പ്ലസ് R2 എന്നാണ്. അത് തന്നെയാണ് അവിടെ വന്നേക്കുന്നത്. പക്ഷെ അതല്ല നമുക്ക് ആവശ്യം. റെസിസ്റ്റൻസ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. സെല്ലുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരുടെ EMF എങ്ങനെ വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈക്വലൻ്റ് EMF ഇതാണ്. അതാണ് നമ്മൾ ഈ ഡെറിവേഷനിൽ നിന്ന് കണ്ടുപിടിച്ചെടുത്തത്. E1 R2 പ്ലസ് E2 R1 ബൈ R1 പ്ലസ് R2. അപ്പോൾ ആ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. ഞാനിവിടെ അത് മൊത്തത്തിൽ ഒന്നും കൂടി പറയാം. അപ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബോർഡിലോട്ട് നോക്കുക. ഒരു കാര്യം ആദ്യമേ പറയാം, പാരലൽ കോമ്പിനേഷൻ പഠിക്കണമെങ്കിൽ ആദ്യം സീരീസ് കോമ്പിനേഷൻ എന്തെന്ന് മനസ്സിലാക്കണം. അതിനു മുമ്പ് ആ സെല്ലിൻ്റെ EMF ലോസ്റ്റ് വോൾട്ട് ഒക്കെ പഠിപ്പിച്ച സെക്ഷൻ നന്നായിട്ട് നോക്കണം. അപ്പോൾ ഇത് രണ്ട് സെല്ലുകൾ ഹാവിങ് EMF E1 ആൻഡ് E2 ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടുപേരുടെയും ടെർമിനൽസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ടെർമിനലിലെ വോൾട്ടേജുകളും സെയിം ആയിരിക്കും. E1 തരുന്ന കറണ്ടാണ് I1, E2 തരുന്ന കറണ്ടാണ് I2. അത് രണ്ടുകൂടെ ജോയിൻ ചെയ്ത ടോട്ടൽ കറണ്ടാണ് I. ഓക്കെ, നമുക്കറിയാം ഏതൊരു സെല്ലിൻ്റെയും ടെർമിനൽ വോൾട്ടേജ് ഈ ഫോമിലായിരിക്കും, E മൈനസ് IR എന്ന ഫോമിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സെല്ലായ E1ൻ്റെ EMF ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സോറി, അതിൻ്റെ ടെർമിനൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. E1 മൈനസ് I1 R1. രണ്ടാമത്തെ സെല്ലിൻ്റെ ടെർമിനൽ വോൾട്ടേജ് ഇവിടെ എഴുതിയിട്ടുണ്ട് E2 മൈനസ് I2 R2. കാരണം ഇതാണ് ടെർമിനൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. രണ്ടും സെയിം വോൾട്ടേജ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, നമുക്ക് ഈ ഫോമിലോട്ട് എത്തണം എങ്കിൽ മാത്രമേ EMFൻ്റെ സ്ഥാനത്ത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്തത്, നമുക്കറിയാം I1ഉം I2ഉം കൂട്ടുന്നതാണ് I എന്ന് നമുക്കറിയാം. ആ ഐഡിയയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ എഴുതിയ ഇക്വേഷനിൽ നിന്ന് I1 കണ്ടുപിടിച്ചു, ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് I2 കണ്ടുപിടിച്ചു. ടോട്ടൽ കറണ്ട് I എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2 ആണ്. അത്രയേ ഉള്ളൂ. അതാണ് ഈ ഡെറിവേഷൻ്റെ. പിന്നെ അങ്ങോട്ടെല്ലാം സിംപ്ലിഫിക്കേഷൻ മാത്രമാണ്. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് I1 കണ്ടുപിടിക്കുക, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് I2 കണ്ടുപിടിക്കുക, രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ I കിട്ടും. അഡിഷൻ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. സി, അതിൽ E1 ബൈ R1ഉം E2 ബൈ R2 ഒരുമിച്ച് എഴുതി. മൈനസ് വരുന്ന രണ്ട് ടേംസ് ഉണ്ട്, അതിൽ V കോമൺ ആണ്. അപ്പോൾ മൈനസ് V കോമൺ എടുത്താൽ ബാക്കി 1/R1ഉം 1/R2 ഇതാ എഴുതിയിട്ടുണ്ട്. ഇവിടെ R1 R2 വെച്ച് LCM, R1 R2 ക്രോസ് ചെയ്യുമ്പോൾ R2 E1 പ്ലസ് R1 E2 ഇതാ ഇവിടെ ഉണ്ട്.
മൈനസ് ഇവിടെയും LCM കണ്ടോ 1/R, അല്ലെങ്കിൽ തന്നെ ഈ കേസ് നമുക്ക് അറിയാം ഇവിടെ സെല്ലുകൾ പാരലാണ്, അതുകൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ വന്നേക്കുന്നത് 1/R1 + 1/R2. അത് LCM എടുത്ത് ഇങ്ങനെ വെച്ച്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് V ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫോമിലോട്ടാണ് വരാനുള്ളത്. V കണ്ടുപിടിക്കണമെങ്കിൽ V വരുന്ന ആ ടേമിനെ എടുത്ത് സമത്തിന് ഇപ്പുറത്ത് കൊണ്ട് വെച്ച്, എന്നിട്ട് ബാക്കിയുള്ള I എന്ന് പറയുന്ന സാധനത്തിനെ എടുത്ത് സമത്തിന് അപ്പുറത്ത് കൊണ്ട് വെച്ച് പരിപാടി കഴിഞ്ഞു. ഇനി V കണ്ടുപിടിക്കുക എന്ത് ചെയ്തായി, വിയുടെ കൂടെ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനം അതേപോലെ എടുത്ത് അപ്പുറത്തുള്ള രണ്ട് ടേമിനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ R1 + R2 R1 R2 കൊണ്ട് ഫസ്റ്റ് ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ R1 R2 കട്ടാവും, ബാലൻസ് ഇതാ കിടക്കണം. അതുപോലെ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന സാധനം ഐയുടെ കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ തിരിച്ചു വരും, ഇതാ അങ്ങനെ കിടക്കും. ഇത്രയേ ഉള്ളൂ. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ കിട്ടി. സോ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു EMF മൈനസ് ലോസ്റ്റ് വോൾട്ട് എന്ന് നമുക്കറിയാം. അതിൽ EMFൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ടേം എടുത്ത്, ദാറ്റ്സ് ദ ആൻസർ. അപ്പോൾ രണ്ട് സെല്ലുകൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ അവരുടെ ഇഫക്റ്റീവ് EMF ഇതായിരിക്കും ഇക്വേഷൻ, E1 R2 + E2 R1 R1 + R2 എന്നായിരിക്കും. പിന്നെ ഇന്റേണൽ റെസിസ്റ്റൻസ് അത് പാരലൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സെല്ലുകളുടെ പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച് തീർന്ന കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ട് സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ, E1 E2 EMF ഉള്ള രണ്ട് സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ ടോട്ടൽ EMF ഇതായിരിക്കും. ഈക്വലന്റ് EMF ഈസ് ഈക്വൽ ടു E1 + E2. അതുപോലെ രണ്ട് സെല്ലുകൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഈക്വലന്റ് EMF ഇതുമായിരിക്കും, E2 R1 + E1 R2 E1 + E2. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, രണ്ട് സെല്ലുകൾ ഹാവിങ് EMF E1 and E2 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ടോട്ടൽ EMF ആണ് ഇതെന്ന് നമുക്കറിയാം. ഇതിൽ E1ഉം E2ഉം ഈക്വൽ ആണെങ്കിൽ, സേ E1ഉം E2ഉം ഈക്വൽ ആണ്, അതിൻ്റെ വാല്യൂ E ആണെന്ന് വെച്ചു. അപ്പോൾ ഈക്വലന്റ് EMF എത്ര കിട്ടും? E+E ദാറ്റ് ഈസ് E1 + E2ൽ ഈ വില കൊടുത്താൽ 2E എന്ന് കിട്ടും അല്ലേ. അപ്പോൾ സിമ്പിൾ ലോജിക്ക്, E1 + E2 ആണ്, അപ്പോൾ രണ്ടും ഒരേ വാല്യൂ ആണെങ്കിൽ 2E എന്ന് കിട്ടും. അപ്പോൾ മൂന്ന് ഈ സെല്ലുകൾ ഹാവിങ് ഈക്വൽ EMF കണക്റ്റഡ് ഇൻ സീരീസ് ആണെങ്കിൽ 3E കിട്ടും. ഞാൻ അന്നും കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, 1.5ൻ്റെ രണ്ട് സെല്ല് മേടിച്ച് നമ്മളൊരു റിമോട്ടിൽ ഇടുമ്പോൾ, സീരീസ് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 × 1.5 ആണ്, അതായത് 3 വോൾട്ടാണ് കിട്ടുന്നത് അല്ലേ. അതേ കേസ് പാരലൽ കൊടുത്തു നോക്കാം. ഇഫ് E1 = E2 ആൻഡ് R1 = R2, E1 = E2 which is equal to E, R1 = R2 which is equal to R. അതായത് രണ്ട് ഐഡന്റിക്കൽ സെൽസ്, അതിന് EMFും സെയിം ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസസും സെയിം ആണ് എങ്കിൽ അത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈക്വലന്റ് EMF എന്തായിരിക്കും നമുക്ക് നോക്കാം. ഇസ് ഈക്വൽ ടു E2 R1നെ നമുക്ക് ER എന്ന് എഴുതിയാൽ മതിയല്ലോ, കാരണം EMFനെ ഞാൻ E എന്നാണ് എടുക്കുന്നത്, രണ്ടും ഒരേ തുല്യമാണ്, E2 E1ഉം തുല്യമാണ്, അതുകൊണ്ട് E2നെ ഞാൻ E എന്ന് എഴുതി, R1നെ R എന്ന് എഴുതി, പ്ലസ് ഇതും ER എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ E + E 2E. ഓക്കെ, അപ്പോൾ ER + ER 2ER ബൈ, സോറി ഇവിടെ R1 + R2 ആണേ, R1 + R2 ആണ്. അപ്പോൾ കൂട്ടുമ്പോൾ R1 + R2 കൂട്ടുമ്പോൾ 2R എന്ന് വരും. അപ്പോൾ 2R, അപ്പോൾ 2ഉം 2ഉം കട്ടാവും, 6ഉം 6ഉം കട്ടാവും, ആൻസർ E എന്ന് വരും. ഒന്നുകൂടി, രണ്ട് സെല്ലുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈക്വലന്റ് EMF കാണുന്ന ഇക്വേഷൻ, ഞാൻ അവിടെ E1 + E2 എന്നാണ് എഴുതിയിരുന്നത്, R1 + R2 ആണ്, ഡെറിവേഷനിൽ കണ്ടതാണേ, R1 + R2 അത് എഴുതിയത് മാറിയതാണ്. അപ്പോൾ ഈക്വലന്റ് EMF E2 R1 + E1 R2 R1 + R2 ആണ് നമുക്കറിയാം. അതിൽ രണ്ട് EMFും തുല്യമാണ്, ഈക്വൽ ടു E. അതുപോലെ ഇന്റേണൽ റെസിസ്റ്റൻസും തുല്യമാണ്, ഈക്വൽ ടു R ആണെങ്കിൽ ഇതിനെ നമുക്ക് ER എന്ന് എഴുതാം, പ്ലസ് ER ഡിവൈഡഡ് ബൈ R + R 2R. അപ്പോൾ ER + ER 2ER, താഴെ 2R. അപ്പോൾ 6ഉം 6ഉം 2ഉം 2ഉം കട്ടുമ്പോൾ എത്ര എന്ന് കിട്ടും? E എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ഒരേ വിലയുള്ള രണ്ട് സെല്ലുകൾ നിങ്ങൾ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇയും കൂടി നിങ്ങൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ ഫലത്തിൽ നിങ്ങൾക്ക് ഒരു സെല്ലിന്റെ EMF ആ സർക്യൂട്ടിൽ കിട്ടും. അതേസമയം അവരെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2E കിട്ടും. അപ്പോൾ ഇയും സീരീസ് കണക്ഷനിൽ കൊടുത്താൽ 2E EMF കിട്ടും. ഇയും പാരലൽ കണക്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു സെല്ലിന്റെ EMF ആയ EA കിട്ടും.
ഇത് 10 സെല്ല് കൊടുത്താലും ഇങ്ങനെ തന്നെ ആയിരിക്കും. 10 സെല്ലുകൾ സീരീസ് ആയിട്ട് നിരത്തി കൊടുത്താൽ നിങ്ങൾക്ക് 10E എന്ന് കിട്ടും. അതേസമയം ആ 10 സെല്ലുകൾ ഐഡന്റിക്കൽ സെല്ലുകൾ നിങ്ങൾ പാരലായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1EA കിട്ടും. അതായത് ഒരു സെല്ലിന്റെ എഫക്റ്റേ കിട്ടും. ഇത് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. 2 cells having EMF E and E are connected in parallel. ഫലത്തിൽ നിങ്ങൾക്ക് എത്ര EMF കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. അപ്പോൾ ഇതാണ് അത് കിട്ടുന്ന രീതി. ഓക്കെ, എങ്ങനെ കിട്ടിയെന്ന് കണ്ടല്ലോ. E2 R1ഉം E1 R2 അത് രണ്ടും നമ്മൾ തുല്യമാക്കിയപ്പോൾ ER വീതം ബൈ രണ്ടും ആറും കൂടെ കൂട്ടുമ്പോൾ 2R ക്യാൻസൽ ആയി പോകുമ്പോൾ E എന്ന് കിട്ടും. ശ്രദ്ധിച്ചോണേ, ഞാൻ തുടക്കത്തിൽ ഇവിടെ E1 + E2 എന്നാണ് എഴുതിയിരുന്നത്, R1 + R2 എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ if n cells of equal EMF are connected in series, your effective EMF is n into E. If n cells of equal EMF are connected in parallel, your equivalent EMF is E ആയിരിക്കും. സെല്ലുകൾ പാരലായിട്ട് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ 100 സെല്ലുകൾ പാരലായിട്ട് കണക്ട് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് E മാത്രമായിരിക്കും. ഇപ്പോൾ സെൽസ് EMF എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത്രയും ടോപ്പിക്കുകളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും പഠിച്ചതെല്ലാം സെല്ലും EMFുമായി ബന്ധപ്പെട്ട അതിൻ്റെ പോർഷൻസ് ആണ്.